ഹലോ എവ്രി വൺ, ലോക്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ക്ലാസ് അല്ല, നമ്മൾ എക്സാം സ്റ്റഡി ടിപ്സും അതുപോലെ തന്നെ നമ്മളൊരു പുതിയൊരു ടൈം ടേബിളും 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിളും കൂടെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് കേട്ടോ. അപ്പം ബിഗിനേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ വീട്ടമ്മമാരായിക്കോട്ടെ, ഇല്ലെങ്കിൽ പകുതി വെച്ച് പഠിത്തം നിർത്തിയിട്ട് 10th പ്രിലിംസ് ആയല്ലോ എന്നോർത്ത് പഠിക്കാൻ തുടങ്ങിയവരായിക്കോട്ടെ, എല്ലാവർക്കും ഒന്നിച്ച് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ പലരും 50 ഡേ പ്ലാനും 30 ഡേ പ്ലാനും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നവരായിരിക്കും. മിക്കവർക്കും പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ട് പകുതി വഴി വെച്ച് അതങ്ങ് ഡ്രോപ്പ് ചെയ്ത് പോകും. കാരണം സമയമുണ്ടല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ട് ആ പ്ലാനിൻ്റെ കൂടെ പോകാൻ പറ്റാതെ പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഇപ്പോൾ ആ പ്ലാൻ ഒരുപാട് മുന്നോട്ട് പോവുകയും ചെയ്തു, നിങ്ങൾ എവിടെ എത്തിയിട്ടും ഇല്ല എന്നുള്ളവർക്കും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിനെ ആഴത്തിൽ ഭയങ്കരമായിട്ട് പഠിക്കുക എന്നുള്ളതല്ല പ്രിലിംസിന് വേണ്ടത്. പ്രിലിംസിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ബാഹ്യമായിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കണം. അതിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ തൊട്ട് നമുക്കതിനെ പറ്റിയിട്ടൊരു ഓവറോൾ ആയിട്ട് എന്തറിയാം എന്നുള്ളതാണ് പ്രിലിംസിൽ നോക്കുന്നത്. 10th പ്രിലിംസിൻ്റെ സിലബസ് ബാക്കിയുള്ള സിലബസുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ടുള്ള സിലബസാണ്. ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ്, അപ്പോൾ അറിയാം അതിൻ്റെയൊക്കെ സിലബസിൻ്റെ അത്രയും ടഫ്നെസ് ഒന്നും 10th പ്രിലിംസിന് ഇല്ല. ഈവൻ 10th മെയിൻസിൻ്റെ സിലബസിനേക്കാളും ഒരുപാടൊക്കെ സിമ്പിളാണ് പ്രിലിംസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നമുക്കത് എളുപ്പത്തിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു സിലബസാണ് 10th പ്രിലിംസിൽ എന്ന് പറയുന്നത്. ആത്മാർത്ഥതയോടുകൂടി തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. അതേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് SCRT തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ ഉള്ള എല്ലാവരുടെയും സംശയം പുതിയ കുറേ അപ്ഡേഷൻ വന്നു. അപ്പോൾ പുതിയ SCRT പഠിക്കണോ പഴയ SCRT പഠിക്കണോ എന്നുള്ളതിൻ്റെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് സിലബസിൽ വെച്ചിട്ട് മാക്സിമം നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിക്കുള്ള SCRT പോർഷൻസ് എല്ലാം നോക്കുക എന്നുള്ളതേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതീത് ചോദിക്കും എന്നുള്ളത് ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം പുതിയതും പഴയതും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് പാഠഭാഗങ്ങളെന്നും SCRTയിൽ എന്തൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പാഠങ്ങളുണ്ടെന്നും ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് സിലബസാണ്. സിലബസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. 60 മാർക്കിനുള്ള GK പോർഷനാണ് നമുക്കുള്ളത്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ കേരള ജോഗ്രഫി, കേരള ഹിസ്റ്ററി, അങ്ങനെ എല്ലാം 10 മാർക്ക് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഭൂരിഭാഗം 10th പ്രിലിംസിൻ്റെയും ക്വസ്റ്റ്യൻസ് വരുന്നത് SCRT ബേസ് ചെയ്ത് തന്നെയാണ്. പിന്നെ നമുക്കുള്ള മേഖല കറണ്ട് അഫയേഴ്സ് ആണ്. അത് നിങ്ങൾ ഒരുപാട് വലിയ കറണ്ട് അഫയേഴ്സ് പഠിക്കാതെ എല്ലാവർക്കും കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് നമുക്കും കിട്ടണം എന്നുള്ള ഒരു ഇതിൽ പഠിച്ചു വെച്ചിരിക്കാം. സിമ്പിളായിട്ടുള്ള നമുക്കറിയാവുന്ന നൊബേൽ പ്രൈസുകളായിക്കോട്ടെ 2024 23 നോക്കി വെച്ചിരിക്കുക. കാരണം ഏത് ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം 2023-24 നോബൽ പ്രൈസ്, അതുപോലെ തന്നെ സാഹിത്യ അവാർഡുകൾ, എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ്, അങ്ങനെയുള്ള അവാർഡ്സുകൾ അതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചേക്കാം. പിന്നെ ISROയുടെ വിക്ഷേപണ ദൗത്യങ്ങൾ 2023-ലും 24-ലായിട്ട് 23 അത്രയും നോക്കിയില്ലെങ്കിലും 24 ISROയുടെ വിക്ഷേപണ ദൗത്യങ്ങൾ ഏതൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ചന്ദ്രയാൻ, മംഗൾയാൻ, ആ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഡേറ്റുകൾ സ്പെസിഫൈ ചെയ്ത് വെഹിക്കിൾ ഏതാണെന്നുള്ളതെല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചെങ്കിലേ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് നമുക്കും കിട്ടുള്ളൂ. എക്സ്ട്രാ ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളത് നമ്മൾ ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല പ്രിലിംസിൽ. സത്യം പറഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കടന്നാൽ മതി. അപ്പം കട്ട് ഓഫ് കടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും എഴുതുന്നത് നമ്മളും എഴുതണം. 1-2 പേര് എഴുതുന്ന സാധനം നമ്മൾ എഴുതിയെന്ന് വെച്ച് ഈ പ്രിലിംസിന് വലിയ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ എല്ലാവരും എഴുതുന്ന കാര്യം നമുക്കും എഴുതാൻ പറ്റണം എന്നുള്ളൊരു മനസ്ഥിതിയോട് കൂടി വേണം കറണ്ട് അഫയേഴ്സിനെ നോക്കിക്കാണാൻ. അപ്പോൾ കറണ്ട് അഫയേഴ്സ് 10 മാർക്ക് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് അഗാധമായിട്ടിരുന്ന് പഠിക്കാൻ നിൽക്കരുത് പ്രിലിംസിന്. അത് ഈ വൈകിയ വേളയിൽ നമ്മളെല്ലാം നോക്കി പോകണം. ഈ 10-20 ദിവസം കൊണ്ട് ആകെ ഇനി 30 ദിവസം അടുപ്പിച്ചേ ഉള്ളൂ എക്സാമിനെന്ന് പറയാൻ. അപ്പം നമ്മളെല്ലാം പഠിക്കേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും പ്രിസൈസ് ആയിട്ട് വേണ്ടത് മാത്രം പഠിച്ചു പോവുക കേട്ടോ. എല്ലാ ടോപ്പിക്കിലും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ബാഹ്യമായിട്ടുള്ളൊരു അറിവുണ്ടായിരിക്കണം. SCRTയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അതിന് പുറമെ നമുക്ക് സാധാ പ്രീവിയസ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അത് MCQ വഴിയിട്ടും മോക്ക് ടെസ്റ്റ് എഴുതിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്, സയൻസിന്റെ മേഖലയിലാണ്. അതിൽ ബയോളജി, നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതിന് 10 മാർക്കും, അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്ന് 10 മാർക്കുമാണ്. ഈ ഒരു ടോപ്പിക്ക്
പ്രിലിംസിനും മെയിൻസിനും എല്ലാം സെയിം തന്നെയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ഇതൊരു വലിയ ടോപ്പിക്കാണ്. പക്ഷേ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുമുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുക എന്നുള്ള. ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗകാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ആരോഗ്യക്ഷേമ പദ്ധതികൾ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ PSCക്ക് ഇല്ല. അപ്പോൾ PSCയുടെ ഇഷ്ടപ്പെട്ട പദ്ധതികൾ പഠിച്ചു വയ്ക്കുക, അല്ലാതെ എല്ലാം പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ പ്രധാന ഭക്ഷ്യങ്ങളും കാർഷിക വിളകളും എന്തൊക്കെയാണെന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും. വനങ്ങളും വനവിഭവങ്ങളും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി കേട്ടോ നിങ്ങൾ. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഒന്ന് എല്ലാത്തിൻ്റെയും വർഷങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. നമുക്ക് ചിപ്കോ പ്രസ്ഥാനം, അപ്പിക്കോ പ്രസ്ഥാനം, അങ്ങനെ ഓരോന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെയൊക്കെ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക, പ്രസ്ഥാനങ്ങളുടെയൊക്കെ വർഷം. പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അത് എന്താ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ തന്നെ ഓസോൺ ഡിപ്ലീഷനും ഒക്കെയാണ് നമുക്ക് സാധാ ചോദിക്കാറുള്ളത്. അപ്പം അത് രണ്ടും ഒക്കെ നോക്കി വെച്ചിരിക്കാം. പിന്നെ ഫിസിക്സിൽ വരുമ്പോൾ ആറ്റത്തിന്റെ ഘടന, അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണം, ഹൈഡ്രജനും ഓക്സിജനും എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും, ഒരെണ്ണം അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് മറ്റേതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെയും കണ്ടു വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ മേഖലയ്ക്ക് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഫിസിക്കൽ സയൻസിന് കെമിസ്ട്രിയും ഫിസിക്സും നമ്മൾ ഈ വൈകിയ വേളയിൽ ഒരുപാട് അങ്ങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. PYQs വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഈ ഒരു മേഖല എന്ന് പറയുന്നത് കേട്ടോ. ബയോളജിയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്, PYQ തന്നെയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി വരുന്നത് മാത്സ് ആണ്. മാത്സ് നമുക്ക് 20 മാർക്കാണുള്ളത്. മാത്സും ഉണ്ട്, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റിയും ഉണ്ട്. അപ്പോൾ മാത്സ് അറിഞ്ഞുകൂടാത്തവർ ദിവസം 1 മണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെച്ച് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും അറിഞ്ഞുകൂടാത്തൊരു മേഖല തന്നെ ആദ്യം പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ലാഭവും നഷ്ടമാണോ ഒട്ടും അറിഞ്ഞുകൂടാത്തതെന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം പഠിക്കുക. ഏറ്റവും അവസാനം കൊണ്ട് അത് വെക്കരുത്. ആദ്യത്തെ ഒരു ദിവസത്തിൽ അതെന്ത് ചെയ്യുക, പഠിച്ചു തീർക്കുക. എങ്കിൽ മാത്രമേ നമ്മളത് പഠിച്ചു തീർന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ വലിയൊരു ഭാരം അവിടെ ഒഴിയുകയാണ്. പിന്നെ നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്കത് പെട്ടെന്ന് ഓടിച്ചു നോക്കാനുള്ള സമയം മതിയെങ്കിലും നമുക്കത് തീർക്കാനായിട്ട് പറ്റും. അപ്പം ഏറ്റവും പാടുള്ള സാധനം ഏറ്റവും ആദ്യം തന്നെ പഠിച്ചു തീർക്കുക. ദിവസം ഒട്ടും അറിഞ്ഞുകൂടാത്തവർ മാക്സിമം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്യുക. ഇനി അതുപോലെ മെന്റൽ എബിലിറ്റി നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഈ വയസ്സുമായിട്ട് വരുന്ന പ്രോബ്ലങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കുക. ബാക്കി നമുക്ക് തരുന്നതെല്ലാം നമ്മുടെ യുക്തി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ ആൻസർ ഹോളിൽ നമുക്ക് ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിരിക്കണം. അപ്പം മെന്റൽ എബിലിറ്റി മെയിനായിട്ടും എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ദിവസവും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് മെന്റൽ എബിലിറ്റിയിലെ കാര്യം പറയാനുള്ളത്. മാത്സ് ഓരോ ടോപ്പിക്കുകളായിട്ട് തന്നെ പഠിച്ച് തീർക്കുക. എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും പാടായിട്ടുള്ള ടോപ്പിക്ക് ആദ്യം പഠിക്കുക കേട്ടോ. അപ്പം ഇത്രയാണ് നമുക്ക് സിലബസിന്റെ കാര്യത്തിൽ പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ് പ്രിലിംസിന്റെ ഡേറ്റുകൾ. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ 4ാമത്തെ സ്റ്റേജ് ഫെബ്രുവരിയിലാണ് എന്നറിയാം. അതിന്റെ ഡേറ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, February 8. അപ്പോൾ ഓരോ എക്സാമിന്റെ ഇടയ്ക്ക് 2 ആഴ്ചത്തെ ഗ്യാപ്പുകളാണ് കിട്ടുന്നത്. February 8 കിട്ടുന്ന ആൾക്ക് എന്താണ് നല്ല സമയമുണ്ട് ഇനിയും പഠിക്കാൻ. അവർക്ക് ഇനിയും 50 ഡേ പ്ലാനൊക്കെ ഫോളോ ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ട്. പക്ഷെ നമുക്ക് ഏത് ഡേറ്റാണ് കിട്ടുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും December 28 പരീക്ഷ എന്നുള്ള ഒരു രീതിക്ക് പഠിച്ചു മുന്നേറുക. സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു പോസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാവരും എന്താണ്, ജോലിക്ക് കയറിയവരാണ്. അപ്പം എന്താണ് അതിൽ ആ റാങ്ക് ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും കയറി പറ്റുക എന്നുള്ളത് നമ്മളൊരു ലക്ഷ്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് 28-ാം തീയതിയാണ് പരീക്ഷ. നമ്മൾ പ്രിലിംസ് പാസ്സാവും, നമ്മൾ മെയിൻസ് പാസ്സാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഠിക്കാം. ഈ ഒരു ഡിസംബർ നല്ല കട്ടയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി സ്വന്തമാക്കാനുള്ള ആദ്യത്തെ പടി നമ്മൾ കഴിയും. അപ്പം December 28, അതുപോലെ January 11, January 25, February 8. അപ്പോൾ February 8-ാം തീയതി വരെയും നമ്മുടെ ചാനലിലെ ക്ലാസ്സുകൾ പ്രിലിംസുമായിട്ട് ബേസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. December 28 കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ്സുകളൊന്നും എൻഡ് ചെയ്യില്ല, അടുത്തൊരു സിലബസിലോട്ട് പോവുകയില്ല. February 8 വരെയും നമ്മൾ ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് അതിൽ കണ്ടൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവുകയാണ്. നമ്മൾ പറഞ്ഞു 20 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു. അത് December 1-ാം തീയതി തൊട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പം December 1 തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഇപ്പം ഇനിയും 2-3 ദിവസങ്ങളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കുക. December 1 തൊട്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ പഠിച്ചു പോവുക. 20-ാം തീയതി നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്
ദിവസം ഈ തരുന്ന സാധനം ആ ഒരു ദിവസം തന്നെ പഠിച്ചു തീർക്കുന്നവർക്ക് 20-ാം തീയതി എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ടും സിലബസ് കവർ ചെയ്തിരിക്കും. സ്റ്റഡി പ്ലാൻ 20 ദിവസത്താണ് നമ്മൾ തരുന്നത്. പിന്നെ ഉള്ള ഒരാഴ്ച എന്ന് പറയുന്നത് റിവിഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. 21 മുതൽ 27 വരെ, 28-ാം തീയതിയാണ് ആദ്യ ദിവസത്തെ എക്സാം എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള ഒരാഴ്ച നിങ്ങൾ റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് പാടെന്ന് തോന്നുന്നതും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നതും അതുപോലെ തന്നെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാൻ, മാത്സ് റിവൈസ് ചെയ്യാനും ഒക്കെ ആ ഒരാഴ്ച എന്ത് ചെയ്യുക, കൂടുതലായിട്ടും എടുക്കുക. ആ ഒരാഴ്ചയിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം എന്ന് പറയുന്നത്. നമ്മുടെ ചാനലിൽ MCQ സീരീസ് ഉണ്ട്. MCQ സീരീസ് എന്ന് ഉദ്ദേശിക്കുന്നത് PYQs ആണ് മെയിനായിട്ട് തന്നിരിക്കുന്നത്. വെറുതെ MCQs മാത്രം തന്നു പോവുകയല്ല, അതിന് PYQ ആയിട്ടും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞാണ് നമ്മൾ MCQ സീരീസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് വേറൊരു സീരീസാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റിൽ നമ്മൾ കണക്റ്റഡ് ഫാക്ട്സ് പറയാറില്ല, അതൊരു ടെസ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന രീതിക്ക്. അതിൻ്റെ ആൻസർ ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അത് ഓൾമോസ്റ്റ് 25 മുതൽ 50 ക്വസ്റ്റ്യൻസ് വരെയാണ് ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടായിരിക്കും മോക്ക് ടെസ്റ്റ് പോകുന്നത് കേട്ടോ. ഒരു ദിവസം ഫസ്റ്റ് ഡേ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ സെക്കൻഡ് ഡേ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ആയിരിക്കാം, അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. അതിൽ PYQസും അതുപോലെ PYQ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും എന്നാണ് അതിനകത്ത് മാക്സിമം കൊടുത്തിരിക്കുന്നത്. മിനിമം 50 ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും. കാരണം നമുക്ക് ആ ഒരു ദിവസം 9 മോക്ക് ടെസ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക, ഇനി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുക. അപ്പം ആ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് വെച്ചിട്ടേ ഇടത്തുള്ളൂ. അപ്പോൾ ആ സബ്ജക്റ്റിൻ്റെ മൊത്തം പോർഷൻസും കവർ ചെയ്യത്തക്ക രീതിയിൽ മിനിമം 50 ദിവസമെങ്കിലും വേണ്ടി വരും നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പം ചിലപ്പം 50-ൽ കൂടാം, അത് ഓരോ ടോപ്പിക്കിനും അനുസരിച്ചിരിക്കും. അപ്പം മാക്സിമം ടോപ്പിക്ക് കവർ ചെയ്യുന്നൊക്കെ രീതിക്കായിരിക്കും മോക്ക് ടെസ്റ്റുകൾ പോകുന്നത്. പിന്നെ ഒരു കാര്യം, മോക്ക് ടെസ്റ്റും MCQസും എന്തായിരിക്കില്ല, റിപ്പീറ്റഡ് ആയിരിക്കില്ല. MCQസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള PYQസും മറ്റു കണക്റ്റഡ് ഫാക്ട്സ് മോക്ക് ടെസ്റ്റിൽ വരാം കേട്ടോ. കണക്റ്റഡ് ഫാക്ട്സ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്, അത് മോക്ക് ടെസ്റ്റിൽ വരാം. MCQസിൽ പറഞ്ഞിട്ടുള്ള PYQs ഒന്നും മോക്ക് ടെസ്റ്റിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം രണ്ടും കാണുന്നവർക്ക് അതൊരു ടൈം വേസ്റ്റ് ആണ്. അപ്പോൾ മോക്ക് ടെസ്റ്റിൽ പുതിയ കാര്യങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. നമുക്കൊരു എക്സാം എന്ന ഫീൽഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. കൂടുതലും PYQs നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് MCQ സീരീസിലായിരിക്കും കേട്ടോ. 9 എണ്ണമാണ് മോക്ക് ടെസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഡിസംബർ 2-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൺഡേ അതുപോലെ വെനസ്ഡേ ഫ്രൈഡേ ഈ 3 ദിവസങ്ങളിലായിരിക്കും നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക. 6 GK പോർഷൻ പറഞ്ഞു, പിന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അങ്ങനെ 9 സബ്ജക്റ്റുകൾക്കായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി മാത്സിന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, മാത്സിനും കൂടെ നമുക്കൊരു മോക്ക് ടെസ്റ്റ് ഇടാം. നമുക്ക് 20-ാം തീയതി കഴിഞ്ഞ സമയമുണ്ടല്ലോ, 28-ാം തീയതിയല്ലേ ഉള്ളൂ എക്സാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിലും മോക്ക് ടെസ്റ്റ് നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഈ 3 ദിവസങ്ങളിലായിരിക്കും മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റ് ഓൾമോസ്റ്റ് 8 മണിക്ക് ശേഷമേ നമ്മൾ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സമയം 8 മണിക്ക് ശേഷമായിരിക്കുമല്ലോ. അപ്പോൾ 8 മണിക്ക് ശേഷം നമ്മൾ മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞ് മോക്ക് ടെസ്റ്റ് 20-ാം തീയതി കഴിയും. അത് കഴിഞ്ഞ് ഫുൾ ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. 2 ഫുൾ ടെസ്റ്റ് ആണ് നമ്മൾ ഇടുന്നത്. അത് 100 മാർക്കിനുള്ള 2 ഫുൾ ടെസ്റ്റ്. അത് നമ്മൾ 23-ാം തീയതി തിങ്കളാഴ്ചയും അതുപോലെ തന്നെ 26-ാം തീയതി വ്യാഴാഴ്ചയുമാണ് നമ്മൾ ഫുൾ ടെസ്റ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് ഒഴിവാക്കുക. നെഗറ്റീവ് പ്രിലിംസ് പരീക്ഷയിൽ വലിയ ഒരു വില്ലനാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരാൾ, നെഗറ്റീവ് മാർക്ക് എത്രത്തോളം നിങ്ങൾ കുറയ്ക്കുന്നോ അത്രത്തോളം നിങ്ങൾ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് കടക്കാൻ എലിജിബിൾ ആകും. ഞാൻ പറഞ്ഞു, പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. പക്ഷേ സിമ്പിളായിട്ട് ചോദിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്തിരിക്കും. നമുക്ക് അറ്റൻഡ് ചെയ്യാതെ പോകാനായിട്ട് പറ്റത്തില്ല, കാരണം നമ്മളത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒട്ടും കേൾക്കാത്തൊരു സാധനം, നമ്മൾ ഇതുവരെ വായിക്കാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതങ്ങ് വിടും. നമുക്ക് അറിയത്തില്ല എന്നാൽ നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് നമ്മളത് വിടും. പക്ഷേ നമുക്ക് അറിയാവുന്ന ഒരു സാധനം, പക്ഷേ അതിൻ്റെ ഉത്തരം നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ എങ്ങനെയെങ്കിലും കറക്കി കുത്തി ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നോക്കും. ഇതെന്ത് ചെയ്യും, നെഗറ്റീവിലേക്ക് വരും. അതാണ് മെയിനായിട്ടും ഈ പ്രിലിംസിൽ നടക്കുന്നത്. പലരും കട്ട് ഓഫ് കടക്കാത്തതിൻ്റെ മെയിൻ റീസൺ അവർക്ക് നെഗറ്റീവുകൾ കൂടുന്നത് കൊണ്ടാണ്. 20ഉം 25ഉം നെഗറ്റീവൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രിലിംസ് കടക്കത്തില്ല. നമ്മൾ മാക്സിമം നെഗറ്റീവിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിൽ മോക്ക് ടെസ്റ്റുകളും MCQസും നിങ്ങൾ PYQസും എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നോക്കി പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം.
ടൈം ടേബിൾ തന്നിരിക്കുന്നത്. നമ്മൾ ഡിസംബർ 1 തൊട്ടാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 1 നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും അതുപോലെ തന്നെ മാത്സിലെ ടോപ്പിക്കായിട്ടുള്ള ലാഭവും നഷ്ടവും വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും. ഇത് മെന്റൽ എബിലിറ്റിയിലാണ്, അത് നമ്മൾ ആദ്യം ഇടുന്നു. മെന്റൽ എബിലിറ്റിയിൽ വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് ചെയ്ത് നോക്കാനുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വയസ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആദ്യം അങ്ങ് പഠിച്ചു മാറ്റുക. ലാഭവും നഷ്ടമാണ് തന്നിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ SCERTയിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. നമ്മൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്യുക. നമ്മൾ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എല്ലാം തന്നെ കവർ ചെയ്തിരിക്കും. LCRT ഉൾപ്പെടുത്തിക്കൊണ്ട്, പിന്നെ അതിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ PYQs കണ്ട ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. അത് കാണാത്തവർ കയറി കാണുക. വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് എന്ന് പറയുന്ന എക്സാമിന്. ഡിസംബർ 2 എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ മൂലകങ്ങളും അവയുടെ വർഗീകരണം നമ്മുടെ പീരിയോഡിക് ടേബിളും ആ ഒരു സെക്ഷനും കൂടെ പഠിച്ചു തീർക്കുക. നിങ്ങൾ ഈ ഒരു ദിവസം തന്നിരിക്കുന്ന സാധനം ആ ദിവസം തന്നെ പഠിച്ചു തീർക്കണം. എന്തെന്നൊക്കെ വന്നാലും അത് പഠിച്ചു തീർത്തിട്ടേ ഉറങ്ങാവൂ. ഒരു റാങ്ക് ഫയൽ എടുത്ത് വെച്ച് അതിനകത്തുള്ള സകല പോയിന്റും പഠിച്ചു തീർക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ പ്രിസൈസ് ആയിട്ട് നോട്ട് എടുത്ത് വെച്ച് പഠിക്കുക. നമ്മൾ റാങ്ക് ഫയലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ റാങ്ക് ഫയൽ എടുത്ത് വെച്ചിട്ട് പുറം ഭാഗമായിട്ട് നമുക്ക് തോന്നുന്ന പോയിന്റുകൾ മാത്രം വായിച്ചു പോകുക. ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഒരുപാട് ഉള്ളിലോട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ദിവസം കൊണ്ട് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ഒന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം എന്നല്ല, ഒരാഴ്ച തന്നാലും നമുക്ക് അത്രത്തോളം പഠിക്കാനുള്ള സാധനം അതിനകത്തുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് നമുക്ക് പ്രിലിംസിന് ചോദിക്കുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നതേ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുക. SCERT ആണ് നിങ്ങൾ ഇനി ഫോളോ ചെയ്യാൻ ഏറ്റവും എളുപ്പം SCERT തന്നെയാണ്. SCERTയിലെ ഒരു ചാപ്റ്റർ വായിക്കാനായിട്ട് മണിക്കൂറുകളൊന്നും വേണ്ട. 1 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് വായിച്ചു തീർക്കാൻ പറ്റും. ആദ്യമായിട്ട് വായിക്കുന്നവർ കുറച്ചും കൂടെ ടൈം എഫോർട്ട് എടുത്ത് വായിക്കേണ്ടി വരും. ഇനിയുള്ള ദിവസങ്ങളിൽ സമയം നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാനുണ്ട്, നിങ്ങൾ എത്രത്തോളം പഠിച്ച നിലയിലാണ് എത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞാനിവിടെ വന്നിട്ട് 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഭൂമിശാസ്ത്രം തീർത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം ഭൂമിശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാൾക്ക് അത് 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഭൂമിശാസ്ത്രം ഒന്നും പഠിക്കാത്തവർക്ക് 5 മണിക്കൂർ കൊടുത്താലും അത് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ 3 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സമയം പറയാത്തത്, ടോപ്പിക്കുകൾ തരുന്നത്. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടും അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 2ാമത്തെ ദിവസം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പൗരന്റെ അവകാശങ്ങളും കടമകളും ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും മാത്രം നോക്കിയാൽ മതി. വേറെ ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിലും ഡ്യൂട്ടീസിലും അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ, അതിനകത്ത് വന്ന അമെൻമെന്റ് 42ഉം അതുപോലെ 44ഉം ഒക്കെ എന്ത് ചെയ്യുക, വായിച്ചു വെച്ചേക്കുക. അതും ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അല്ലാതെ 42 മൊത്തത്തിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തിയതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും SCERT ചാപ്റ്റർ ഞാൻ താഴോട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ 3ാമത്തെ ദിവസം പഠിക്കേണ്ടത് ദേശീയ ചിഹ്നങ്ങളാണ്. നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ പുറത്തൊന്നും ചോദിക്കാനായിട്ട് സാധ്യതയില്ല. ദേശീയ ചിഹ്നങ്ങളുടെ ഫുള്ള് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, ഇത് SCERT ആണ് നമുക്ക് കയ്യിലുള്ളൊരു സോഴ്സ് എന്ന് പറയുന്നത്. SCERT തന്നെ പഠിച്ചാൽ മതി. SCERTസും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ നദികളും അതുപോലെ കായലുകളുമാണ് ഡിസംബർ 4 കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ, അതുപോലെ തന്നെ സമയവും ദൂരവും, മാത്സിലെ സമയവും ദൂരവും കൂടെ അന്ന് പഠിച്ചു തീർക്കുക. എല്ലാ നദികളും എടുത്തു വെച്ച് അങ്ങനെ പഠിക്കാൻ നിൽക്കരുത്. ദൈവത്തെ ഓർത്ത് വലുതേത് ചെറുതേത് അതിൻ്റെയൊക്കെ കേരളത്തിലെ കുറച്ച് നദികളുടെ ഒരു നീളം, പിന്നെ അതിൻ്റെ ഉത്ഭവസ്ഥാനം, അങ്ങനെയുള്ള പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതുപോലെ തന്നെ പോഷക നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്. പോഷക നദികൾ ചോദിക്കും കേട്ടോ. അതുപോലെ കായലുകളുടെ എണ്ണം എത്രയാണ്, ഏത് കായൽ എവിടെയാണ്, അഷ്ടമുടി കായൽ എവിടെയാണ്, വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേരളമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. പിന്നെ വൈദ്യുത പദ്ധതികൾ നോക്കി വെക്കുക. ജലവൈദ്യുത പദ്ധതി അതുപോലെ ബാക്കിയുള്ള വൈദ്യുത പദ്ധതികളൊക്കെ നോക്കി വെച്ചേക്കാം. ഇനി ഡിസംബർ 5 പഠിക്കേണ്ടത് ദ്രവ്യവും പിണ്ഡവും നമ്മുടെ ഫിസിക്സിലുള്ളതാണ്. താപവും ഊഷ്മാവും ശബ്ദവും ഫിസിക്സിലുള്ള 3 ടോപ്പിക്കുകൾ അങ്ങ് തന്നിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കുഞ്ഞു ടോപ്പിക്കുകളാണ്. ശബ്ദം മാത്രമേ ഉള്ളൂ അവിടെ ഇച്ചിരി വലിയ ടോപ്പിക് എന്ന് പറയുന്നത്. പക്ഷെ ശബ്ദവും എല്ലാം ഇരുന്ന് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. നമ്മൾ വളരെ ചുരുക്കി പഠിക്കുക കേട്ടോ. ഡിസംബർ 6 ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അതുപോലെ തന്നെ പ്രകാശവും കേട്ടോ. പ്രകാശം താഴെ 2ാമത്തെ ഒരു ഡോട്ട് ഇട്ട് പഠിക്കുക. പ്രകാശം, ശബ്ദത്തിന്റെ കൂടെയുള്ള പ്രകാശം എന്ത് ചെയ്യുക, പഠിക്കുക. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും പ്രമുഖ നേതാക്കളും കേരള ഹിസ്റ്ററി പഠിച്ചു വെച്ചിരിക്കുക.
പ്രമുഖ നേതാക്കൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിനൈസൻസ് ലീഡേഴ്സിനെ ഒന്ന് പഠിക്കുക. അത് മാത്രമേ തന്നിട്ടുള്ളൂ അന്നത്തെ ദിവസം. കേരള ഹിസ്റ്ററി അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രം. എന്താണ് മലയാളി മെമ്മോറിയൽ, അതുപോലെ അവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നത് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, എല്ലാത്തിൻ്റെയും വർഷം പഠിച്ചു വെച്ചിരിക്കുക. ഈ PSC ഇപ്പോൾ വർഷങ്ങൾ ചോദിച്ചു വരുന്നുണ്ട്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിലെ നേതാക്കന്മാരെയും പഠിച്ചു വെച്ചേക്കുക. അത്രയും കാര്യങ്ങളുള്ളൂ. എവിടെയാണ് നടന്നത്, എന്തിനു വേണ്ടി നടന്നു എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി അതിനകത്ത്. ഇനി 8ാം തീയതി പഠിക്കേണ്ടത് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും. ഷുവർ ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന്. രോഗങ്ങളും രോഗകാരികളും അവിടെ നിന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ശരാശരിയും LCM HCF എന്നിവ, ഇത് രണ്ടും ചെറിയ ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് 2 മാത്സ് ടോപ്പിക്ക് തന്നിരിക്കുന്നത്. അതുപോലെ ഡിസംബർ 9-ന് അതിർത്തികളും അതിരുകളും, മനുഷ്യാവകാശം വിവരാവകാശം, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ടുള്ളത്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ. സംഖ്യകൾ മൊത്തത്തിൽ ഒന്ന് പഠിച്ചു തീർക്കുക. വലുതായിട്ട് അധികം ഒന്നും പഠിക്കാനില്ല. മാത്സ് അറിയാവുന്നവർ സത്യം പറഞ്ഞാൽ മാത്സ് അവസാനത്തെ ഒരാഴ്ചയിലെ റിവിഷൻ ടൈമിൽ നിങ്ങൾ നോക്കിയാലും മതി. മാത്സ് അറിയാത്തവരാണ് നമ്മൾ ഈ സബ്ജക്റ്റുകളുടെ കൂടെ മാത്സ് പഠിച്ച് തന്നെ പോവുക കേട്ടോ. 10ാം ദിവസം കേരളം അടിസ്ഥാന വിവരം, വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനവും, അതുപോലെ വർഗ്ഗങ്ങളും വർഗ്ഗമൂലവും പഠിക്കാം. 11-ന് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, പരിസ്ഥിതിയും പരിസ്ഥിതിക പ്രശ്നങ്ങളും പഠിക്കാം. 12-ാം തീയതി കേരള മത്സ്യബന്ധനം, കായികരംഗം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ കായികരംഗം പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കേരളവും ഒളിമ്പിക്സും, കേരളം അർജുന അവാർഡുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. GV രാജയെ കുറിച്ചിട്ട്. അല്ലാതെ കായികരംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അങ്ങ് പഠിക്കാനായിട്ട് പോകണ്ട. ഇനി പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ആ ഒരു ടോപ്പിക്കും ഇവിടെ പഠിച്ചു വെച്ചിരിക്കാം. 13-ാം തീയതി പഠിക്കാനുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും നേതാക്കളും, അത് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഊർജ്ജം, ഗതാഗതം, വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി, ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ എന്തൊക്കെയാണ് പുരോഗതി ഉണ്ടായി, ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി എന്തൊക്കെയാണെന്നുള്ളതാണ്. ജോഗ്രഫി പോർഷനാണ്. പിന്നെ ഇന്ത്യയിലെ പ്രധാന വ്യവസായങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇതൊരു SCRT പാഠം പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് ഒരുപാട് വാരി വലിച്ച് പഠിക്കാതെ SCRT തന്നെ നോക്കുന്നതാണ് നമ്മുടെ. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ SCRT ബേസ് ചെയ്ത് തന്നെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. സയൻസ് പോർഷൻ അധികം SCRT നോക്കാൻ ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് വാസ്റ്റ് ആണ് സയൻസ് എന്ന് പറയുന്നത്. SCRT വെച്ച് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയും ജോഗ്രഫിയും പ്യുവർലി നിങ്ങൾ SCRT നോക്കിക്കഴിഞ്ഞാലും യാതൊരു പ്രശ്നമില്ല. നമുക്ക് 90 ചിലപ്പോൾ 100% ക്വസ്റ്റ്യൻസും SCRT തന്നെ വരാം കേട്ടോ. ഇനി 15-ാം തീയതി പഠിക്കാനുള്ളത് മനുഷ്യ ശരീരത്തിലെ പൊതു അറിവാണ്. ഏറ്റവും വലിയൊരു ടോപ്പിക്കാണ് അതെന്ന് പറയുന്നത്. എത്ര പഠിച്ചാലും തീരില്ല, പക്ഷേ പ്രിസൈസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ മാത്സിൻ്റെ മെൻ്റൽ എബിലിറ്റി പ്രോബ്ലംസ്, മാത്സ് നോക്കണ്ട, PYQ മെൻ്റൽ എബിലിറ്റി PYQs ചെയ്യുക. നിങ്ങൾ മെൻ്റൽ എബിലിറ്റിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് PYQs ചെയ്യുക. നമുക്ക് 20 മാർക്കിൽ 10 മാർക്ക് മെൻ്റൽ എബിലിറ്റിയാണ് വരുന്നത്. 10 ഓരോ ദിവസം ഓരോ PYQ വെച്ച് ചെയ്ത് നോക്കുക. അധികം സമയം അതിന് വേണ്ടി വരില്ല കേട്ടോ. ഡിസംബർ 16-ന് അയിരുകളും ധാതുക്കളും, അതുപോലെ സൗരയുധം അതിന്റെ സവിശേഷതകളും. സൗരയുധത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഫിസിക്സിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ISROയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കയറി ചോദിക്കുന്നത് കുറവാണ്. ISROയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലോട്ടൊക്കെ പോകും. അപ്പം ഇവിടെ മിക്കവാറും ചോദിക്കുന്നത് സൗരയുധമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും, ബേസിക് ഫാക്ട്സ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് വെച്ച് പഠിച്ചു വെച്ചിരിക്കാം. 17-ാം തീയതി പഠിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതുപോലെ ദേശീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെച്ചിരിക്കുക. കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളും ഹൈഡ്രജനും ഓക്സിജനും, അതുപോലെ തന്നെ മാത്സിൽ മെൻ്റൽ എബിലിറ്റിയുടെ PYQs 18-ാം തീയതി പഠിക്കുക. ഡിസംബർ 19-ാം തീയതി പഠിക്കേണ്ടത് പ്രവൃത്തി, ഊർജ്ജ പരിവർത്തനം ഏതൊക്കെയാണെന്നുള്ളത് മാത്സ് ചെയ്തു വെക്കുക. അതാണ് 19-ാം തീയതി നോക്കേണ്ട കാര്യങ്ങൾ. 20-ാം തീയതി കറണ്ട് അഫയേഴ്സ് നോക്കി വെക്കുക കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസത്തെ കാര്യം പെൻഡിങ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത ദിവസം തന്നെ അത് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങളൊരു മനസ്ഥിതിയോട് കൂടി തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ നമുക്ക് ഈ 20 ദിവസത്തിൽ ഈ സിലബസ് തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത് ചുമ്മാ ഇങ്ങനെ എഴുതി വെക്കാൻ എളുപ്പമാണ്, പഠിക്കാനാണ് പാട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് സമയം മാറ്റി വെക്കുക. അവനവൻ്റെ രീതി അനുസരിച്ചിട്ട് സമയം മാറ്റി വെക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ടിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണെങ്കിൽ 2 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഇല്ല, നിങ്ങൾക്ക് 5 മണിക്കൂർ എടുത്തേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ 5 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ, കാരണം ഇനി സമയമില്ല. ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ആണ് നോക്കുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, അതുപോലെ തന്നെ 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും, 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യം, 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇത് ഇത്തരം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ആവും. പിന്നെ പഴയ SCRT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അപ്ഡേറ്റഡ് ആയല്ലോ 7ാം ക്ലാസ്. പഴയ 7ാം ക്ലാസ്സിൽ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, അതുപോലെ
ചെറുത്തുനിൽപ്പുകളും, ഒന്നാം സ്വാതന്ത്ര്യ സമരവും, ഇന്ത്യ പുതിയ യുഗത്തിലേക്ക് എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നോക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾ മുമ്പ് പഠിച്ച് നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് റെഫറിങ് കൂടെ ചെയ്തു വെക്കുക. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പുറത്തും പറയുന്നത്. 1-2 കുറച്ച് കാര്യങ്ങൾ ഇവിടെ എക്സ്ട്രാ പറയുന്നുണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇവിടെ നോക്കുക. നമുക്ക് ഏതിൽ നിന്ന് ചോദിക്കുന്ന അറിയത്തില്ലല്ലോ. ഇനി കേരള ഹിസ്റ്ററി നോക്കേണ്ടത് 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതുപോലെ 7ാം ക്ലാസ്സിലെ ഇത് പഴയ SCRT-യിലുള്ളതാണ് കേട്ടോ. നവകേരള സൃഷ്ടിക്കായി എന്ന് പറയുന്നത് അതും പഠിച്ചു വയ്ക്കാൻ നോക്കുക. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കിട്ടും കേട്ടോ. സമയമില്ലാത്തവർ ഇത് നോക്കണം എന്നില്ല, ഇതും നോക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ SCRT വെച്ചിട്ട് നോക്കിയാൽ മതി. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പഠിക്കാനുള്ളത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ടോപ്പിക്ക് കഴിഞ്ഞു. ഈ ഒരു സാധനം 9ാം ക്ലാസ്സിൻ്റെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇപ്പം ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇത് നിങ്ങളിപ്പോൾ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സമയമുള്ളവർ, ഫെബ്രുവരിയിലൊക്കെ എക്സാം ഉള്ളവർ എന്ത് ചെയ്യുക, ഇത് വായിച്ചു വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഡിസംബറിലെ പരീക്ഷ ഉള്ളവർ ഇതിൻ്റെ പുറകെ പോകാനായിട്ട് ഞാൻ പറയില്ല. കാരണം നമ്മൾ ഈ പറയുന്ന വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ ചാപ്റ്ററിനെ 5 ആക്കി കൊടുത്തേക്കുന്ന ഒരു ഇതാണ് കേട്ടോ 9ാം ക്ലാസ്. അപ്പോൾ ഓരോ ചാപ്റ്ററും എത്രത്തോളം ഡീപ്പായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. നമുക്ക് അത്രയും വായിച്ച് കളയാനുള്ള സമയം ഇനിയില്ല. അപ്പോൾ ഈ സാധനം ഞാൻ ഇവിടെ ഇട്ടു എന്നേ ഉള്ളൂ. നിങ്ങളിത് ബാക്കി സ്റ്റേജുകാർ എന്ത് ചെയ്യുക, വായിക്കാൻ പറ്റുന്നവർ വായിക്കുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇത് പക്ഷേ മെയിൻസ് നമ്മൾ എന്തായാലും പഠിക്കണം കേട്ടോ. നമ്മുടെ ഇപ്പം വന്നിരിക്കുന്ന SCRT-യിലുള്ള മാറ്റങ്ങൾ വളരെ നല്ലതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ടെക്സ്റ്റ് ബുക്കുകളായിട്ടാണ് ഇപ്പോഴത്തെ ബുക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിൻസിനൊക്കെ പഠിക്കുമ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. അതിനു വേണ്ടിയുള്ള കണ്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ക്ലാസ് 5 എന്ന് പറയുമ്പോഴത്തേക്കും അതിലെ ചാപ്റ്റർ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഇനിയും വരും കേട്ടോ. നമ്മൾ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ചാപ്റ്ററും കൂടെ പഠിച്ചു വയ്ക്കുക. ഈ 9ാം ക്ലാസ് പഠിക്കണം എന്ന് ഞാൻ പറയത്തില്ല, 10ഉം 5ഉം എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ, മിനിമം. ഇനി കേരള ജോഗ്രഫി ക്ലാസ് 8, 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നാടറിയാമെന്ന് പറയുന്ന ചാപ്റ്ററും, 6ാം ക്ലാസ്സിലെ കേരളം മണ്ണും മഴയും മനുഷ്യരും എന്ന് പറയുന്ന ചാപ്റ്ററും, ഈ 2 ചാപ്റ്റർ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഏതാണ്ടൊക്കെ സിമിലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഒരുപാട് അങ്ങ് സമയമൊന്നും കളയേണ്ട, നമുക്ക് എളുപ്പമുള്ളൊരു ഭാഗമാണ്. ആകെ ക്ലാസ് 7 ചാപ്റ്റർ 3, ക്ലാസ് 6 ചാപ്റ്റർ 10, അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 11 നിയമവും സമൂഹവും എന്ന് പറയുന്നത്. ജനാധിപത്യവും അവകാശവും ഒന്ന് നോക്കി വെച്ചേക്കുക, ആ ക്ലാസ്സിനകത്ത് പിന്നെയും ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളതും കൂടെ ഒന്ന് നമുക്ക് വേണ്ട ചാപ്റ്റർ ഒന്ന് മറിച്ച് നോക്കുമ്പോൾ അറിയാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അത് മാത്രം വായിച്ചു വിട്ടാൽ മതി. ഇനി ബയോളജിയിലേക്ക് നമ്മൾ വരുവാണ്. ഞാനിവിടെ എല്ലാം പഠിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഠിക്കാൻ പറ്റുന്നവരൊക്കെ പഠിക്കാം. ഇത് പുതുതായിട്ട് കൊണ്ടുവന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിനകത്ത് പുതിയ വാക്സിനുകളെയൊക്കെ പറ്റിയിട്ട് നമ്മൾ കുഞ്ഞിലെ എടുക്കേണ്ട വാക്സിനുകളെ പറ്റിയിട്ടൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായിക്കാൻ പറ്റുന്നവർ വായിക്കുക കേട്ടോ. കാരണം അത് വെച്ചിട്ട് ക്വസ്റ്റ്യനൊക്കെ ഇട്ട് തുടങ്ങി എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും. രോഗങ്ങളുടെ ഭാഗത്തുനിന്ന് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ ഉള്ളത് ഈ ദഹനവും പോഷകാഹാരവും 10ാം ക്ലാസ്സിലുള്ള 4 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. അകറ്റി നിർത്താൻ രോഗങ്ങളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. ഇതിൽ നിന്ന് 2ൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണും, പക്ഷെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണില്ല, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കാണുക. അന്ന് നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ബാക്കി വരുന്ന ക്ലാസ്സുകാർ, ബാക്കി ഡേറ്റിൽ എക്സാംസ് ഉള്ളവർ എന്ത് ചെയ്യുക, നോക്കി പോവുക. 28ാം തീയതി വരുന്നവർ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നോക്കുക. നിങ്ങൾക്ക് പഠിക്കണം എന്ന് തോന്നുന്നതൊക്കെ പഠിക്കുക കേട്ടോ. ഇനി കെമിസ്ട്രി അതുപോലെ തന്നെയാണ്. ക്ലാസ് 8 ചാപ്റ്റർ 5 ചാപ്റ്റർ 17 ഇത് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ക്ലാസ് 9 ആറ്റത്തിന്റെ ഘടന, ആവർത്തന പട്ടിക, അലോഹങ്ങളിൽ ഹൈഡ്രജനും മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഈ ക്ലാസ് 9 ഈ 2 കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാൻ നോക്കുക. അതുപോലെ തന്നെ ആവർത്തന പട്ടികയും ഇലക്ട്രോണിക് വിന്യാസവും ലോഹനിർമ്മാണത്തിൽ അയിരുകളും ധാതുക്കളും മാത്രം പഠിച്ചാൽ മതി. നിർമ്മാണത്തെ പറ്റിയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചാപ്റ്ററിൽ നമ്മുടെ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പീരിയഡിൽ എങ്ങനെയായിരിക്കും, ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പ്രിലിംസിന് ചോദിക്കും എന്ന് തോന്നുന്നില്ല. ആറ്റത്തിന്റെ ഘടനയൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ആവർത്തന പട്ടികയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഏതൊക്കെ മൂലകങ്ങളുണ്ട്, മൂലകങ്ങൾ എവിടെയാണ്, എങ്ങനെയാണ്, ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്പെടാത്തത് ഏത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്യുക. വലിയ കാര്യങ്ങളിലേക്ക് മെയിൻസിനെ പോകത്തുള്ളൂ. ഇനി ഫിസിക്സിനകത്ത് ഒരുപാട് പാഠങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഫിസിക്സിൽ 8ാം ക്ലാസ്സിൽ ഇത്രയും സാധനങ്ങൾ പഠിച്ചു വെച്ചേക്കാൻ നോക്കുക. ചലനം, ബലം, ശബ്ദം, പിന്നെ പ്രകാശത്തിന്റെ പ്രതിപതനം ഗോളദർപ്പണത്തിലാണ് പ്രകാശം, അത് നോക്കുക.
ഈ ചലനം, ബലം, ശബ്ദമൊക്കെ അവിടെ നിന്ന് പഠിക്കാം. അതുപോലെ തന്നെ താപത്തെ പറ്റിയിട്ടുള്ള കാര്യം പഠിക്കുക. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കുക. അതുപോലെ തന്നെ തിങ്കളും താരങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ, അത് നോക്കി വെച്ചേക്കണം. ഊർജ്ജ സ്രോതസ്സുകൾ നോക്കി വെച്ചേക്കുക. കയ്യെത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കി വെച്ചിരിക്കുക. ചലനത്തിനൊപ്പം മാറ്റത്തിന് ഈ കുഞ്ഞു ക്ലാസ്സുകൾ പഠിക്കുന്നതാണ് ഫിസിക്സിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിൽ 1, 2, 3, 4, 5, 6, 8 ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതെല്ലാം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ്. പക്ഷേ നമുക്ക് സമയമില്ല അത്രയും പഠിക്കാനൊന്നും. പക്ഷേ ഈ പ്രവൃത്തിയും ഊർജ്ജവും നോക്കുക. അതുപോലെ തന്നെ ശബ്ദവും പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. ശബ്ദം ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ശബ്ദം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രവൃത്തി ഊർജ്ജം ഇവിടെ നിന്ന് പഠിക്കുക. അതിൻ്റെ ഊർജ്ജ പരിവർത്തനമൊക്കെ ഉണ്ട്, ഊർജ്ജ സ്രോതസ്സുകളും ഊർജ്ജ പരിവർത്തനമൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പാഠത്തിൽ നോക്കി പഠിച്ചേക്കാം. 10ാം ക്ലാസ്സിൽ പ്രകാശ പ്രതിപതനവും പ്രകാശ അപവർത്തനവുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. 10ാം ക്ലാസ് പഠിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം വലിയ പാഠമാണ്. അപ്പം നമുക്ക് കുഞ്ഞു ക്ലാസ്സുകൾ പഠിക്കുക. 6, 7, 8 വെച്ച് പഠിക്കുക. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലുള്ള ഈ 2 ചാപ്റ്റേഴ്സും കൂടെ പഠിച്ചു വെച്ചിരുന്ന ഫിസിക്സ് നമുക്ക് ഒരുവിധം നമ്മുടെ കയ്യിലാകും. കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. ഒരുപാട് സമയം കളയരുത്. ഫിസിക്സ് പഠിക്കാൻ സമയമില്ലാത്തവർ പഠിക്കാതിരിക്കുക. PYQs മാത്രം നോക്കുക. സയൻസ് SCRT വെച്ച് പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഇത് നമ്മൾ PYQs വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. പക്ഷേ ജോഗ്രഫി, ഹിസ്റ്ററിയൊക്കെ നമ്മൾ എന്തായാലും SCRTക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ളതാണ്. ഇതിലും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്ര ചാപ്റ്റർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നല്ല, ഇതിലും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. പഠിക്കുക എന്നുള്ളത് പുറത്ത് വേറൊന്നും പറയാനായിട്ടില്ല. നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ MCQs അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും നമ്മുടെ ക്ലാസ്സിൽ ചാനലിൽ നമ്മൾ ഇനി അങ്ങോട്ട് കറക്റ്റായിട്ട് തന്നെ ഡെയിലി തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾ മറക്കരുത്, തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഫുൾ ടെസ്റ്റ് ഏറ്റവും ലാസ്റ്റത്തെ വീക്കിലുണ്ടായിരിക്കും. 20 ഡേയ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ എന്തായാലും പ്രിലിംസിൻ്റെ ലിസ്റ്റിൽ കാണും. അത് 100% ഷുവറാണ്. ആത്മാർത്ഥതയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ എന്തായാലും ലിസ്റ്റിൽ കാണും. നമുക്ക് നോക്കാം. അപ്പം ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.